അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചാണ്. ഓപ്പർച്യൂണിറ്റി കാർഡ് അഥവാ ഷാൻസൺ കാർഡ് 2023 ജർമ്മനി ന്യൂ സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അത് ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് പല ഘട്ടമായിട്ടാണ്. ഈ ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് വഴി നോൺ EU സിറ്റിസൺസ് ആയ നമ്മളെപ്പോലുള്ളവർക്ക്, യൂറോപ്യൻ സിറ്റിസൺസ് അല്ലാത്തവർക്ക് ജർമ്മനിയിലേക്ക് ജോലി തേടി വരുന്നതിനും ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി കിട്ടുന്നതിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അവർക്ക് ജർമ്മനിയിൽ വന്ന് ജോലി തേടുന്നതിനും ജോലി ചെയ്യുന്നതിനുമുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഒത്തിരി അധികം ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. സ്കിൽഡ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സസ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ്, ലെക്ചേഴ്സ്, അങ്ങനെ എല്ലാവിധ പ്രൊഫഷണൽസിനും ഇവിടെ വന്ന് ജോലി തേടാനും ജോലി ചെയ്യാനും പറ്റും. ശരിക്കും ജർമ്മനിയിൽ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഒരുപാട് കുറവുകളുണ്ട്. അപ്പോൾ അത് ഇവർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ EU സിറ്റിസൺസ് ആയിട്ടുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിനെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ്. ആ ഒരു പ്രോസസ്സിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാർഡാണ് ഷാൻസൺ കാർഡ് അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി സ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിൽ വന്ന് 12 മാസം താമസിക്കാൻ പറ്റും. ഈ താമസിക്കുന്ന കാലയളവിൽ നമുക്ക് വരുന്ന ആൾക്ക് ജോലി തേടാനും സാധിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി അവർക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യാനും പറ്റും. മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോബ് സീക്കർ വിസ, ആ വിസ വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. ജോബ് സീക്കർ വിസയും ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി കിട്ടുന്ന വിസയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടുന്നത് ഒരു പോയിന്റ് സിസ്റ്റം വഴിയാണ്. ഈ കാനഡയ്ക്കൊക്കെ പോകാൻ വേണ്ടി ഒരു പോയിന്റ് സിസ്റ്റം ഇല്ലേ, അതുപോലെ ജർമ്മനിക്ക് വരാനും ഇത് ഒരു പോയിന്റ് സിസ്റ്റം വഴിയാണ് ഇതിന് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഇത് എലിജിബിൾ ആയി ജർമ്മനിക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഇവിടെ വന്നിട്ട് നിൽക്കാം. ഈ നിൽക്കുന്ന കാലയളവിൽ, ജോലി തേടുന്ന കാലയളവിൽ ഇവർക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ എന്നുള്ള രീതിക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ 2 ആഴ്ച ഒരു വർക്ക് ട്രയൽ ചെയ്യാം. അതിനുശേഷം ആ ജോലി ഇഷ്ടപ്പെട്ട് ആ ജോലിക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളത് വർക്ക് വിസയിലേക്ക് മാറ്റണം. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി കിട്ടിയ വിസ വർക്ക് വിസയിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഭാവിയിൽ സിറ്റിസൺസ് ആവാനുള്ളതും റെസിഡൻസ് പെർമിറ്റ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. 2024 ജൂൺ 1 കൂടി ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന സംഭവം ലോഞ്ച് ചെയ്യപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് എങ്ങനെ നമുക്കിതിന് അപ്ലൈ ചെയ്യാം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഷാൻസൺ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പഠിച്ചു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റ്സ് ഇവിടെ അനർക്കനം ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഈ നമ്മുടെ അവിടുത്തെ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 3 കാര്യങ്ങൾ മാത്രം മതി ഈ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പോയിന്റ് ബേസ്ഡ് സംഭവമാണ്. ഏറ്റവും മാക്സിമം നമുക്ക് 14 പോയിന്റ്സ് കിട്ടും. പക്ഷേ ഇതിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 6 പോയിന്റ്സ് ആണ്. ഇത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്കിൽ ലെവലിനെ ബേസ് ചെയ്തും നമ്മുടെ ജോബ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾക്ക് ഈ പോയിന്റ് കിട്ടുന്നത്. ഈ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ 4 കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ ഏജ്, പിന്നെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ്, പിന്നെ ഇതിന് മുന്നേ നമ്മൾ ജർമ്മനിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് പോയിന്റ്സ് ഉണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഈ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ്, മാക്സിമം പോയിന്റ്സ് ആയിട്ടുള്ള 4 പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി വെച്ചിട്ടും അതിൻ്റെ അക്സെപ്റ്റൻസ് വെച്ചിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഡിപ്ലോമാസും ഡിഗ്രീസും ജർമ്മനിയിൽ പാർഷ്യലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 4 പോയിന്റ്സ്. നിങ്ങളുടെ ക്വാളിഫൈഡ് ഫീൽഡിൽ 7 വർഷമായിട്ട് നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 3 പോയിന്റ്സ്. പിന്നെ നിങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ, നിങ്ങളുടെ ക്വാളിഫൈഡ് ഫീൽഡിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റാണ് 2 പോയിന്റ്സ്. പിന്നെ അഡീഷണൽ പോയിന്റ് ആയിട്ട് 1 പോയിന്റും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ബോട്ടിൽ നെക്ക് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫോർ എക്സാമ്പിൾ നഴ്സസ്, പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർ, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, പിന്നെ IT ഫീൽഡിലുള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അഡീഷണൽ പോയിന്റും കൂടെ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ജർമ്മൻ സംസാരിക്കാം. മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഇവരതിൻ്റെ അകത്ത് കുറച്ച് ലിബറലായിട്ടാണ് ഇവരുടെ പോയിന്റ് സിസ്റ്റം വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ജർമ്മനിയിൽ വന്നു കഴിഞ്ഞ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെന്തെന്നൊക്കെ പറഞ്ഞാലും ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര അത്യാവശ്യമാണ്. ജർമ്മൻ B2 ലെവലോ അതിൽ അധികമോ ഉണ്ടെന്നുണ്ടെങ്കിൽ, വെച്ചാൽ B2, C1, C2 ഈ ലെവലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 3 പോയിന്റ്സ്. അതുപോലെ ജർമ്മൻ B1 ലെവലിന് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 2 പോയിന്റ്സ്. ഇനി നിങ്ങൾക്ക് A1, A2 ലെവലാണ് ജർമ്മൻ ലാംഗ്വേജിലുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റാണ് 1 പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു 1 പോയിന്റ് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ C1 ലെവൽ കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 1 പോയിന്റ് കിട്ടും. ഇപ്പം പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യുന്നതിൽ ജർമ്മൻ ലാംഗ്വേജിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇനി വരുന്നൊരു ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത്. ഇതിനാകെ 2 പോയിന്റ്സേ ഉള്ളൂ മാക്സിമം ആയിട്ട്. നിങ്ങൾ 35-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ്സ് കിട്ടും. നിങ്ങൾ 35-നും 40-ക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു 1 പോയിന്റും കൂടെ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും നിങ്ങൾ ജർമ്മനിയിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കാനാവാം, ഇന്റേൺഷിപ്പിനാവാം, വർക്ക് റിലേറ്റഡ് ആയിട്ടാവാം, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 6 മന്ത്സ് അറ്റ്ലീസ്റ്റ് നിങ്ങളിവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റും കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കപ്പിളാണ്, നിങ്ങളുടെ സ്പൗസിനും ഇവിടെ ഷാൻസൺ കാർട്ടെ വഴി വന്ന് ജോലി തേടാനുള്ള ഒരു ഓപ്ഷൻസും അതിനുള്ള ക്വാളിഫിക്കേഷൻസും ഉണ്ട്, അവരും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു 1 പോയിന്റും കൂടെ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾ ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കാവുന്നതാണ്. മിനിമം ആയിട്ട് 6 പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത് ഇവിടെ വന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫീസ് ആകും എന്നുള്ള കാര്യത്തിൽ 100% ആയിട്ട് ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പറയപ്പെടുന്നത് നമ്മുടെ സാധാ വിസ പോലെ 75 യൂറോ ആയിരിക്കാം ഇതിൻ്റെ ഫീസ് എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലുണ്ടെന്നും നിങ്ങൾ കാണിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 11,208 യൂറോസാണ് നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഈ ഷാൻസൺ കാർട്ടയും ജോബ് സീക്കർ വിസയും ശരിക്കും അതിൻ്റെ ഇൻറ്റൻഷൻസിൽ സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് വ്യത്യാസപ്പെട്ട് വരുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. പക്ഷേ ഷാൻസൺ കാർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. പക്ഷേ ജോബ് സീക്കർ വിസ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ ജോബ് സീക്കർ വിസ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ നമ്മൾ ജർമ്മനിയിൽ റെക്കഗ്നീഷൻ കിട്ടി അതിന് ശേഷം മാത്രമേ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പം ഷാൻസൺ കാർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് അല്ലാണ്ട് ഇങ്ങോട്ട് ജോബ് തേടി നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.